നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2024 പാർട്ട് 5. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗർനാഥ് ശങ്കർ സെയ്ത് സ്റ്റേഷൻ. 2024 മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കൺ ആയി തിരഞ്ഞെടുത്തത് ശീതൾ ദേവി, പാരാ അമ്പെയ്ത്ത് താരം. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സഹകരണ വകുപ്പ് മന്ത്രി പശുപതി കുമാർ പരസ്. 2024 മാർച്ചിൽ GI ടാഗ് ലഭിച്ച മജുലി മാസ്ക് മേക്കിംഗ് ആൻഡ് മജുലി മാൻസ്ക്രിപ്റ്റ് പെയിൻറ്റിംഗ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസം. മലയാള സിനിമാ ചരിത്രത്തിൽ 200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ആദ്യ ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധാനം ചിദംബരം S. പൊതുവാൾ. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ് ജെയിൻസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ്. PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് 2024 ജേതാവ് രത്തൻ ടാറ്റ. ലോക ജലദിനം മാർച്ച് 22. 2024 തീം വാട്ടർ ഫോർ പീസ്. 2024 മാർച്ചിൽ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യ വ്യക്തി. 2019 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പർ 1032. 2024 പേസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമാൽ. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചീഫ് ഡി മിഷൻ MC മേരികോം. 2024 മാർച്ചിൽ ഡിസ്പോസിബിൾ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ്. ഗഗൻയാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി 2024 മാർച്ചിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ സഖി, സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻട്രാക്ഷൻ. UN പൊതുസഭ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സംബന്ധിച്ച ആദ്യത്തെ ആഗോള പ്രമേയം അംഗീകരിച്ചത് 2024 മാർച്ചിൽ. 2024 മാർച്ചിൽ അയർലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൈമൺ ഹാരിസ്. അയർലാൻഡ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. അയർലാൻഡിലെ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് ടോയ്സീച്ച്. മിസ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ 2024 പങ്കെടുക്കുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ആദ്യ വനിത റൂമി അൽ രഹ്താനി. ലോക നാടക ദിനം വേൾഡ് തിയേറ്റർ ഡേ മാർച്ച് 27. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി 2024 നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലൈംബർ. 2024 മാർച്ചിൽ റഷ്യൻ ഫെഡറേഷൻ്റെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് വിനയ് കുമാർ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം 2024 നേടിയത് TM കൃഷ്ണ, കർണാട്ടിക് സിംഗർ. നൃത്ത കലാനിധി പുരസ്കാരം 2024 നേടിയത് നീന പ്രസാദ്. ലോക കാലാവസ്ഥാ ഉച്ചകോടി 2024 COP29 വേദി ബാക്കു, അസർബൈജാൻ. ലോക കാലാവസ്ഥ ഉച്ചകോടി 2025 COP30 വേദി ബ്രസീൽ. 2024 മാർച്ചിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ BP ജഗതി രാജ്. 2024 മാർച്ചിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഭരണവിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ V രാഗ്ദാസ്. 2024 മാർച്ചിൽ അന്തരിച്ച ലോകപ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും 2022 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാവുമായ വ്യക്തി ഡാനിയൽ കാനിമാൻ. പ്രധാന പുസ്തകം തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഓരോ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി റെയിൽവേ പോലീസിന് അറിയാൻ വേണ്ടി 2024 മാർച്ചിൽ സജ്ജമാക്കിയ ആപ്പ് റെയിൽ മൈത്രി. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പന്തോയ് ചാനു, മണിപ്പൂർ.
2024 ഏബൽ പ്രൈസ് ജേതാവ് മൈക്കൽ തലാഗ്രാൻഡ്, ഫ്രാൻസ്. 2023 ഏബൽ പ്രൈസ് ജേതാവ് ലൂയിസ് എ കഫറല്ലി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം 2024 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് 1924 മാർച്ച് 30. സമരം അവസാനിച്ചത് 1925 നവംബർ 23. 2024 മാർച്ചിൽ ആദ്യ പറക്കൽ വിജയകരമാക്കിയ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് HAL തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A. 2024 മാർച്ചിൽ രണ്ടാം ഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സ്കൈ റൂട്ട് എയ്റോസ്പേസിൻ്റെ റോക്കറ്റ് കലാം 250 വിക്രം 1. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹന നിർമ്മാതാക്കളാണ് സ്കൈ റൂട്ട് എയ്റോസ്പേസ്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം മാർച്ച് 30. 96ാമത് ഓസ്കാർ അല്ലെങ്കിൽ അക്കാദമി അവാർഡ് 2024. മികച്ച ചിത്രം ഓപ്പൺഹൈമർ, സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫി, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടി എമ സ്റ്റോൺ, ചിത്രം പുവർ തിങ്സ്. ഓപ്പൺഹൈമറിന് ലഭിച്ച ആകെ പുരസ്കാരങ്ങൾ 7, 13 നോമിനേഷനുകൾ. മികച്ച നടനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ ഐറിഷ് ബോൺ താരമാണ് കിലിയൻ മർഫി. മറ്റ് പുരസ്കാരങ്ങൾ: മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സിനിമാറ്റോഗ്രാഫർ ഹോയ്ഡെ വാൻ ഹൊയ്റ്റമ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച ഫിലിം എഡിറ്റിംഗ് ജെനിഫർ ലാം, ചിത്രം ഓപ്പൺഹൈമർ. ഒറിജിനൽ സ്കോർ ലുഡിങ് ഗോറൻസോൺ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സഹനടി ഡവൈൻ ജോയ് റാൻഡോൾഫ്, ചിത്രം ദ ഹോൾ ഡോവേഴ്സ്. മികച്ച തിരക്കഥ ജസ്റ്റിൻ ട്രയറ്റ്, ആർതർ ഹരാരി, ചിത്രം അനാട്ടമി ഓഫ് എ ഹാർട്ട്. മികച്ച ഒറിജിനൽ സോങ് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ, ബില്ലി ഐലിഷ്, ഫിൻ നെയ്സ് ഓ കോയൽ, ചിത്രം ബാർബി. മികച്ച അന്താരാഷ്ട്ര ചിത്രം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് UK. മികച്ച ആനിമേഷൻ ചിത്രം ദ ബോയ് ആൻഡ് ദ ഹെറോ. മികച്ച ഡോക്യുമെൻ്ററി ചിത്രം 20 ഡേയ്സ് ഇൻ മരിയുപോൾ. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവർ, ഇൻസ്പയർഡ് ബൈ ദ മ്യൂസിക് ഓഫ് ജോൺ ആൻഡ് യോക്കോ. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് 2024 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. റണ്ണേഴ്സ് അപ്പ് ഡൽഹി ക്യാപിറ്റൽസ്, ക്യാപ്റ്റൻ മെക് ലാനിങ്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഫൈനലിൽ പരാജയപ്പെടുന്നത്. ഫൈനലിലെ താരം സോഫി മോലിനിക്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ടൂർണമെൻറ്റിലെ മൂല്യമേറിയ താരം ദീപ്തി ശർമ്മ, UP വാരിയേഴ്സ്. ഓറഞ്ച് ക്യാപ്പ് നേടിയ താരം അല്ലെങ്കിൽ കൂടുതൽ റൺസ് നേടിയ താരം എലിസ പെറി, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പർപ്പിൾ ക്യാപ്പ് നേടിയത്, അതായത് കൂടുതൽ വിക്കറ്റ് നേടിയ താരം ശ്രേയങ്ക പാട്ടീൽ, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. എമർജിംഗ് പ്ലെയർ ശ്രേയങ്ക പാട്ടീൽ, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫെയർ പ്ലേ പുരസ്കാരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 2023 വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ്. 2024 മാർച്ചിൽ പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായത് നവീത് കുമാർ സെഹ്ഗാൽ. 2024 മാർച്ചിൽ നിലവിൽ വന്ന സംസ്ഥാന കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ, അതായത് 2D ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബോർഡ് പ്രഥമ ചെയർമാൻ UP ജോസഫ്. 7ാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് BG തമ്പി. ഇതം പാരമിതം എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. പുരസ്കാര തുക 25,555 രൂപ. കാക്കനാടൻ സാഹിത്യ പഠന ഗവേഷണ കേന്ദ്രവും പേപ്പർ പബ്ലിക്കയും ചേർന്നാണ് നൽകുന്നത്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. രൗദ്ര സ്വാതികം എന്ന കാവ്യ വ്യാഖ്യാനികയ്ക്കാണ് പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ്. ബാലാമണിയമ്മ 1995, K അയ്യപ്പപ്പണിക്ക് 2005, സുഗതകുമാരി 2012 എന്നിവരാണ് ഈ പുരസ്കാരം നേടിയ മറ്റു മലയാളികൾ.
പുരസ്കാര തുക 15 ലക്ഷം രൂപ. KK ബിർള ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത്. 2024 മാർച്ചിൽ രാജിവെച്ച തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ 2024 മാർച്ചിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ CEO ആയി നിയമിതനായത് ശ്രീകുമാർ K. നായർ. 2024 മാർച്ചിൽ റഷ്യയിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലൂടെ പദവിയിൽ തുടരാൻ അർഹത നേടിയത് വ്ളാഡിമർ പുടിൻ. 2024 മാർച്ചിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചുമതലയേറ്റ അംഗങ്ങൾ B. മോഹൻകുമാർ, KK ഷാജു, സിസിലി ജോസഫ്, F. വിൽസൺ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. രാജ്യാന്തര വനദിനം മാർച്ച് 21. 2024 തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. 2024 മാർച്ചിൽ ധനുഷ് മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്നും വിക്ഷേപിക്കുന്ന റോക്കറ്റ് അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ സോർടെറ്റ് വികസിപ്പിച്ചത് അഗ്നികുൽ കോസ്മോസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിൽ സ്വകാര്യമായി വികസിപ്പിച്ച രണ്ടാമത്തെ റോക്കറ്റ്, രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നിബാൻ. ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിൻറ്റഡ് എൻജിൻ അഗ്നിലെറ്റ് എൻജിൻ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. തുടർച്ചയായി 7 തവണയാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 126. 2024 മാർച്ചിൽ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രബോവെ സുബിയാന്തു. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി 2024 മാർച്ചിൽ വിലക്കിയ രാജ്യങ്ങൾ റഷ്യ, ബെലാറസ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് തോട്ടം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ, ശ്രീനഗർ, ജമ്മു കാശ്മീർ. 2024 മാർച്ചിൽ കേരളത്തിലെ ആഴക്കടലിൽ കണ്ടെത്തിയ പുതിയ ജീവിഗണത്തിൻ്റെ പേര് ബ്രുസ്തോവ ഇസ്രോ. ലോക കാലാവസ്ഥാ ദിനം അല്ലെങ്കിൽ വേൾഡ് മെട്രോളജിക്കൽ ഡേ മാർച്ച് 23. 2024 തീം അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. 2024 മാർച്ചിൽ ISRO വിജയകരമായി പരീക്ഷിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പാക് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ RLV ലെക്സ് 02 ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റ്. വിക്ഷേപണ സ്ഥലം ചിത്രദുർഗ, കർണാടക. 2024 മാർച്ചിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹം ജയന്ത് മൂർത്തി 215884. പഴയ പേര് 2005 EX296. 2024 മാർച്ചിൽ ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ടർക്ക് ജിലാപ്പോ ലഭിച്ചത് നരേന്ദ്രമോദിക്ക്. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശകാര്യ സർക്കാരിൻ്റെ തലവനാണ് മോദി. DNA ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശ അർബുദത്തിനെതിരെ ബ്രിട്ടൻ വികസിപ്പിക്കുന്ന ലോകത്തെ ആദ്യ പ്രതിരോധ വാക്സിൻ ലങ് വാക്സ്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ഫ്രാൻസിസ് ക്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഇത് വികസിപ്പിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗൺ UK. പോയിന്റ് നെമോ ദക്ഷിണ പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 മാർച്ചിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ 2023-24 ജേതാക്കൾ ഒഡീഷ FC. റണ്ണേഴ്സ് അപ്പ് ഗോകുലം കേരള FC. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി 2024 മാർച്ചിൽ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തന ദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് സെൻറ്റർ തിരുവനന്തപുരം. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഫ് ഇന്ത്യ. 2024-25 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം 346 രൂപ, മുൻപ് 333 രൂപ ആയിരുന്നു. ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാന 374 രൂപ.
ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് 234 രൂപ. 2024 മാർച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസി NAI ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദേദ്. 2024 മാർച്ചിൽ പശ്ചിമ ബംഗാളിൽ CPM പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അവതരിപ്പിച്ച AI അവതരിക സമത. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് 277 റൺസ് മുംബൈ ഇന്ത്യൻസിന് എതിരെ ആയിരുന്നു. 2024 മാർച്ചിൽ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ FIH അത്ലറ്റിക്സ് കമ്മിറ്റി ചെയർമാൻ ആയി നിയമിതരായത് PR ശ്രീജേഷ് ഇന്ത്യ, കാമില കരം ചിലി. 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫസ് മേധാവിയായി നിയമിതയായ ഇന്ത്യൻ വംശജൻ പവൻ ദവുലുരി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന മാധവ മുദ്ര പുരസ്കാരം 2024 ലഭിച്ചത് R രാമചന്ദ്രൻ നായർക്ക്. 2024 മാർച്ചിൽ നീല സൂപ്പർ ജെയിൻ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിയ ഗവേഷണ സംഘത്തിൻ്റെ നേതൃത്വം വഹിച്ച മലയാളി ഡോക്ടർ ആതിര മേനോൻ. 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ, മാറ്റ് എബ്ഡെയ്ൻ. 2020 ക്രിക്കറ്റിൽ 300 ഡിസ്മിസൽസ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോണി. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023. മികച്ച പുരുഷ താരം ഹർദിക് സിംഗ്, മികച്ച വനിതാ താരം സലീമ ടെറ്റ്, മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ്, മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അശോക് കുമാർ. ഏഷ്യൻ അത്ലറ്റിക്സ് കൗൺസിലിൻ്റെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി 2024 മാർച്ചിൽ നിയമിതയായത് ഷൈനി വിൽസൺ. ഇന്ത്യയിൽ നിന്നുള്ള ഏക അംഗം. സമിതി അധ്യക്ഷൻ മുഹമ്മദ് സുലൈമാൻ. ആകെ അംഗങ്ങൾ 8. ആസ്ഥാനം തായ്ലൻഡ്. മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് 2024 കിരീട ജേതാക്കൾ. പുരുഷ സിംഗിൾസ് യാനിക് സിന്നർ ഇറ്റലി, വനിതാ സിംഗിൾസ് ഡാനിയേല കോളിൻസ് അമേരിക്ക, പുരുഷ ഡബിൾസ് രോഹൻ ബൊപ്പണ്ണ ഇന്ത്യ, മാത്യു എബ്ഡെയ്ൻ ഓസ്ട്രേലിയ, വനിതാ ഡബിൾസ് സോഫിയ കെനിൻ അമേരിക്ക, ബദാനിയെ മത്തെ സാൻഡക്സ് അമേരിക്ക. 2024 ഏപ്രിൽ അന്തരിച്ച പാലിയത്ത് രവിയച്ചൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2024 ഫോബ്സ് അല്ലെങ്കിൽ 38ാമത് ഫോബ്സ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. ലോക സമ്പന്നരിൽ 1ാം സ്ഥാനം ബെർണാഡ് അൽനോട്ട് ആൻഡ് ഫാമിലി. 2ാം സ്ഥാനം ഇലോൺ മസ്ക്. ഇന്ത്യക്കാരിൽ 1ാം സ്ഥാനം മുകേഷ് അംബാനി. മലയാളികൾ 1ാം സ്ഥാനം MA യൂസഫലി. 2024 മാർച്ചിൽ 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ ജില്ല പാലക്കാട്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂർ. 2024 മാർച്ച് അവസാന വാരം മുതൽ മെയ് അവസാന വാരം വരെ പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ സ്വതന്ത്ര വായന പരിപോഷണത്തിൻ്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള വിഭാവനം ചെയ്യുന്ന പദ്ധതി മലയാള മധുരം. കേരളത്തിലെ ആഡംബര നികുതി അല്ലെങ്കിൽ ലക്ഷറി ടാക്സിൻ്റെ പുതുക്കിയ പേര് അധിക നികുതി അല്ലെങ്കിൽ അഡീഷണൽ ടാക്സ്. 2024 ഏപ്രിൽ കേരള കെട്ടിട നികുതി ഭേദഗതി ബിൽ 2023 ഗവർണറുടെ അംഗീകാരം ലഭിച്ചു. 2024 ഏപ്രിൽ മുതൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി. 2024 മാർച്ചിൽ UPSC ഡയറക്ടറായി നിയമിതനായത് ഹൻഷ മിശ്ര. 2024 ഏപ്രിൽ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ലൂയിസ് മോണ്ടെനിഗ്രോ. ഈജിപ്ത് പ്രസിഡന്റായി 3ാം വട്ടവും ചുമതലയേറ്റത് എബ്ഡെൽ ഫട്ടാഖ് എൽ സിസി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതനായത് ജുഡിത്ത് സുമിവ തുളുക്ക. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബുമായി കരാറിലേർപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രി. 2024 ഏപ്രിൽ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് വൻ നാശനഷ്ടമുണ്ടായ ഹുവാലിൻ എവിടെയാണ്? തായ്വാൻ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകാൻ പോകുന്നത് കൊട്ടാരക്കര.
ടെസ്റ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും വീഡിയോകൾ സൃഷ്ടിക്കുന്ന ഓപ്പൺ AI-യുടെ ജനറേറ്റീവ് AI മോഡൽ ആയ സോറ AI ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ ഷോർട്ട് ഫിലിം എയർഹെഡ്. റിസർവ് ബാങ്കിൻ്റെ നവതി അല്ലെങ്കിൽ RBI അറ്റ് 90 ആഘോഷങ്ങളുടെ ഭാഗമായി 2024 ഏപ്രിൽ പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ്? 90 രൂപ. ഓപ്പറേഷൻ സാങ്ക്ഹൈപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്ര സുരക്ഷ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം കണ്ടെത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്പ് നോ യുവർ കാൻഡിഡേറ്റ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ലോകത്തിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൻ. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ജീവിതം ആടുജീവിതം ഓർമ്മകളിലെ മരുക്കാറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബ്ലസ്സി. 2024 ഏപ്രിൽ 8 നടന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത് ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ്. 2024 ഏപ്രിൽ നടന്ന സാഗർ കവച് 01/24 എന്ന സൈനിക അഭ്യാസം നടന്നത് എവിടെ വച്ചാണ്? ലക്ഷദ്വീപിൽ. 2024 ഏപ്രിൽ GI ടാഗ് ലഭിച്ച സംഗീത ഉപകരണങ്ങൾ മിറാജ് സിത്താര, താൻപുര, മഹാരാഷ്ട്ര. 2024 ഏപ്രിൽ 4 75 വർഷം പൂർത്തിയാക്കിയ സൈനിക സഖ്യം നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. രൂപീകരിച്ച വർഷം 1949 ഏപ്രിൽ 4, ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. 2024 ഏപ്രിൽ നാസോചാം, ദ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ അധ്യക്ഷനായി നിയമിതനായത് സഞ്ജയ് നായർ. 2024 ഏപ്രിൽ GI ടാഗ് ലഭിച്ച കൈദിയ ജഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തർപ്രദേശ്. അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ 2024 വേദി വർക്കല, തിരുവനന്തപുരം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.